മൂന്നാം ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വല്ലാത്ത പ്രതീക്ഷകളുണ്ടായിരുന്നു അവർക്ക്. എന്നാൽ ഏറ്റവും അവസാനം ഓരോ ദിവസം കഴിയും തോറും പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വലിയ പ്രതീക്ഷകൾ വേണ്ട എന്നുള്ള തരത്തിലേക്ക് മുന്നണി മാറുന്നു എന്നുള്ളതാണ് സൂചന. നമുക്കറിയാം, ഏറ്റവും വലിയ പാർട്ടി ഗ്രാമമായതുകൊണ്ട് ധർമ്മടത്ത് മുഖ്യമന്ത്രി വിജയിക്കും എന്നല്ലാതെ 2021 ഉണ്ടായതുപോലെ ഒരു അനുകൂല സാഹചര്യവും ഇപ്പോൾ ഇടതുപക്ഷത്തിനില്ല എന്നുള്ളതാണ് എല്ലാ സർവേ ഫലങ്ങളും വ്യക്തമാക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി കഷ്ടിച്ചു രക്ഷപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ സഭയിൽ വിശ്വസ്തരായ ആരും തന്നെ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി ഒരുപക്ഷെ തനിക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന കൈകൾ പോലും നിയമസഭയ്ക്കകത്തുണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള സൂചനകളും ലഭിക്കുന്നു. മന്ത്രിയായിട്ടുള്ളവരും അല്ലാത്തവരുമായ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ പല പ്രമുഖരും ഇത്തവണ കടപുഴകും എന്നുറപ്പിക്കുകയാണ് പല അഭിപ്രായ സർവേകളും. അതുപോലെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും ഇത് വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് എന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയില്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്നും വാർത്തകൾ വരുന്നു. അതായത് തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനാണ്. നമുക്കറിയാം, ശബരിമല കേസിലൊക്കെ കടകംപള്ളിയെ എന്ന മുൻ ദേവസ്വം മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി കാണിച്ച ധൃതി, അതെല്ലാം മുഖ്യമന്ത്രിയുടെ പാഴ്വേലകളാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ കടകംപള്ളി സുരേന്ദ്രന് തൻ്റെ മണ്ഡലമായ കഴക്കൂട്ടത്ത് കാലിടറുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. അതുപോലെ തന്നെ അതേ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ മറ്റൊരു നേതാവ് കൂടിയുണ്ട്, ശിവൻകുട്ടി. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ്. നേമത്ത് ശിവൻകുട്ടി വിജയിക്കില്ല എന്നുള്ള ഏകദേശ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ ഒരു അട്ടിമറി എന്നുള്ള നിലയിൽ കെ ശബരിനാഥനോ വിജയിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കൊട്ടാരക്കരയിൽ മത്സരിക്കുന്ന കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്. ഐഷ പോറ്റി എന്ന പഴയ CPM MLA തോൽക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേ ജില്ലയിൽ തന്നെ KB ഗണേഷ് കുമാർ എന്ന ഗതാഗത വകുപ്പ് മന്ത്രി പത്തനാപുരത്ത് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ജനരോഷങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. KB ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലും ഒരു ഉറപ്പ് പറയാൻ കഴിയാത്ത രീതിയിൽ തോൽക്കുമെന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആലപ്പുഴ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള സജി ചെറിയാൻ ചെങ്ങന്നൂരും H സലാം അമ്പലപ്പുഴയിലും തോൽക്കുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. സജി ചെറിയാന് അവസാന നിമിഷങ്ങളിൽ വന്ന പല പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് കാരണമായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. സജി ചെറിയാൻ ഒരിക്കലും ചെങ്ങന്നൂരിൽ തോൽക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ആദ്യം മുതൽ തന്നെ പറഞ്ഞു വന്നിരുന്നത്. എങ്കിലും അവസാന നിമിഷം സജി ചെറിയാനും കാലിടറുന്നു എന്നുള്ളതാണ്. H സലാമിന് അമ്പലപ്പുഴയിൽ G സുധാകരൻ തന്നെയാണ് പ്രശ്നമായിട്ടുള്ളത്. ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തയായിട്ടുള്ളത് ആറന്മുള MLA-യും അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ടുള്ള വീണ ജോർജ് തന്നെയാണ്. വീണ ജോർജിന് ഏറ്റവും വലിയ പ്രതിഷേധം നടന്ന ഒരു സമയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയം. അതുകൊണ്ട് തന്നെ ആറന്മുളയിൽ അബിൻ വർക്കി നല്ല മാർജിനിൽ തന്നെ UDF-ന് വേണ്ടി ആ സീറ്റ് പിടിച്ചെടുക്കും എന്നുള്ള വാർത്തകൾ, റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള വിശ്വസ്തരുടെ പട്ടികയിൽ ഒന്നാമൻ VN വാസവൻ തന്നെയാണ്. മറ്റൊരാൾ കോട്ടയം ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടില്ല. VN വാസവൻ ഏറ്റുമാനൂരിൽ കടുത്ത മത്സരമാണ് നേരിട്ടത് എന്നും ശബരിമലയിലെ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ടുതന്നെ VN വാസവന് ഏറ്റുമാനൂരിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനാണ് മന്ത്രിയായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു മന്ത്രിയായിരുന്നു റോഷി അഗസ്റ്റിന്. പരാജയം സമ്മതിക്കുമെന്ന വാർത്തകൾ ഇടുക്കിയിൽ നിന്ന് തന്നെ വരുന്നു. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ റോയ് കെ പൗലോസിന് വലിയ രീതിയിലുള്ള വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രാദേശികമായി തന്നെ വിലയിരുത്തി കഴിഞ്ഞു. എറണാകുളം ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായത് മന്ത്രി P രാജീവ് തന്നെയാണ്. കളമശ്ശേരിയിലാണ് P രാജീവ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഗഫൂറിനോട് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു അട്ടിമറി വിജയം കളമശ്ശേരിയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും UDF-ന്റെ ഉറച്ച സീറ്റ് എന്നുള്ള പട്ടികയിൽ തന്നെ പെടുന്ന കളമശ്ശേരി ഇത്തവണ രാജീവ് മന്ത്രി തോൽക്കുമെന്നാണ് പറയുന്നത്. തൃശ്ശൂരിലേക്ക് പോയി കഴിഞ്ഞാൽ മന്ത്രിമാരല്ല അവിടെ തോൽക്കുന്നത്, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള 1-2
2 പേരുണ്ട്. AC മൊയ്തീൻ, മുൻമന്ത്രി, മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്. കുന്നംകുളത്ത് നിന്നാണ് AC മൊയ്തീൻ മത്സരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസുകളിലെല്ലാം AC മൊയ്തീൻ്റെ പേര് വന്നിരിക്കുന്നു. അതുപോലെ തന്നെയുള്ള പല പ്രവർത്തനങ്ങളിലും AC മൊയ്തീൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഇപ്പോൾ കാര്യമായ ജനസമ്മതിയില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. കുന്നംകുളം മണ്ഡലത്തിൽ AC മൊയ്തീന് പരാജയം സമ്മതിക്കുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ C രവീന്ദ്രനാഥ് പറയാൻ ഒന്നും എതിരഭിപ്രായമായിട്ട് അദ്ദേഹത്തെ പറ്റിയില്ലെങ്കിലും മണലൂരിൽ അതിശക്തമായ മത്സരമാണ് നടന്നിരിക്കുന്നത്. TN പ്രതാപൻ എന്ന കോൺഗ്രസ് നേതാവും C രവീന്ദ്രനാഥ് എന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ നടന്ന ഈ മത്സരത്തിൽ മണലൂരിൽ TN പ്രതാപനായിരിക്കും വിജയം ലഭിക്കുക എന്നുള്ളത് ഏകദേശ റിപ്പോർട്ടുകളിലെല്ലാം സൂചിപ്പിക്കുന്നു. C രവീന്ദ്രനാഥ് പുതുക്കാട് MLA ആയി പതിറ്റാണ്ടുകളോളം ഇരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ മണ്ഡലം മാറി മണലൂരിൽ അദ്ദേഹത്തെ പരീക്ഷിച്ചത് C രവീന്ദ്രനാഥിന് വേണ്ടി വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കാൻ ആളുകളുണ്ട്. കാരണം കരിമണൽ കർത്തയുടെ ബന്ധു കൂടിയാണ് C രവീന്ദ്രനാഥ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു സീറ്റ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. ഏതായാലും മണലൂരും ഒരു തോൽവി ഇടതുപക്ഷം മണത്തു കഴിഞ്ഞു. പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ MP രാജേഷ് തൃത്താലയിൽ നിന്ന് മത്സരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ MP രാജേഷിന് VT ബലറാമോട് തോൽക്കേണ്ടി വരും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണെങ്കിൽ KT ജലീലും അബ്ദുൾ റഹിമാനും, ഒരാൾ ഇപ്പോഴത്തെ മന്ത്രിയും ഒരാൾ മുൻമന്ത്രിയുമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരാണ് KT ജലീൽ, അതുപോലെ അബ്ദുൾ റഹിമാൻ. KT ജലീൽ തവനൂരിൽ VS ജോയിയോട് തോൽക്കുമെന്നുള്ള ഏകദേശ സൂചന ലഭിച്ചിരിക്കുന്നു. V അബ്ദുൾ റഹിമാൻ തിരൂരിലും തോൽക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹം താനൂർ മണ്ഡലത്തിലെ MLA ആയിരുന്നു. അവിടെ നിന്ന് തോൽവി ഭയന്നുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്തുള്ള തിരൂർ മണ്ഡലത്തിലേക്ക് മാറിയത്. അവിടെയും രക്ഷയില്ല എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വിശ്വസ്തരായ 2 പഴയ UDF നേതാക്കൾ ഇപ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ഒരു മുൻമന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും തോൽക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഇനി കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തോൽവി, കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ പാകത്തിലുള്ള ഒരു തോൽവി സമ്മതിക്കാൻ പോകുന്നത് TP രാമകൃഷ്ണൻ എന്ന ഇടതുമുന്നണിയുടെ കൺവീനറുടേതായിരിക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അദ്ദേഹം പേരാമ്പ്ര മണ്ഡലത്തിൽ നിന്നുമാണ് മത്സരിക്കുന്നത്. ഇടതുമുന്നണി ഭരിച്ച കേരളത്തിൽ ആ ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ തോൽക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ചർച്ചയായി മാറും എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിയാസ് മന്ത്രി, മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയാണ്. ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ബേപ്പൂരിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് താളം തെറ്റിപ്പോകും എന്നുള്ള സൂചനകളും ലഭിക്കുന്നു. AK ശശീന്ദ്രൻ കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂരിൽ മത്സരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴത്തെ വനം മന്ത്രിയാണ്. AK ശശീന്ദ്രൻ്റെ പ്രായാധിക്യം മൂലം ആ നാട്ടിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ വിദ്യാ ബാലകൃഷ്ണൻ എന്ന യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാവാണ് മത്സരിക്കുന്നത്. AK ശശീന്ദ്രനും ഇപ്പോൾ പരാജയം മണക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്ത. ഇനി കണ്ണൂർ നഗരത്തിലെ കടന്നപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥിയായി TO മോഹനൻ മുൻ മേയർ മത്സരിക്കുമ്പോൾ തീർച്ചയായും UDFന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വാർത്തകളാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിണറായി വിജയൻ്റെ വിശ്വസ്തന്മാർ പലരും തോൽക്കും. ഏകദേശം 19ഓളം വിശ്വസ്തരാണ് ഇപ്പോൾ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയും അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ പിണറായിയുടെ വിശ്വസ്ത അല്ലെങ്കിലും പേരാവൂരിൽ KK ശൈലജ ടീച്ചറുടെ തോൽവിയും ഏകദേശം ഉറപ്പാകുമെന്ന് കാണുന്നുണ്ട്. അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അങ്ങനെ തൻ്റെ ഇടവും വലവും നിൽക്കുന്ന 19ഓളം വിശ്വസ്തർ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന ഏറ്റവും വലിയൊരു വിഷമത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉള്ളത്.